ഇത് ഞങ്ങളുടെ അമ്പാട്ട് പാളയത്തെ അങ്കലവാടിയാണ്. അപ്പോൾ അല്ലു അങ്ങോട്ട് ആദ്യമായിട്ട് പോവുകയാണ്. അവളുടെ പോക്കെല്ലാം കണ്ടാൽ തോന്നും അവൾ ഇതിന് മുമ്പ് നേരത്തെ വന്ന പോലെയാണ്. അകത്തോട്ട് കയറുന്ന മുമ്പായിട്ട് അവൾ ചെരുപ്പൊക്കെ അവളുടെ യഥാസ്ഥാനത്ത് കൊണ്ട് വെച്ചായിരുന്നേ. പിന്നെ ഒരു മടിയും തോന്നിയില്ല അവളുടെ പെരുമാറ്റത്തിൽ. ആദ്യമായിട്ട് വരികയാണെന്നൊരു ഫീൽ എനിക്ക് തോന്നിയില്ല. ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. അല്ലു അങ്ങനെ അകത്തോട്ട് കയറി ചെന്ന്. സത്യത്തിൽ അല്ലുവിന് അങ്കലവാടി വരാൻ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ്. ഞങ്ങളാകെ അമൃതം പൊടി മേടിക്കാൻ ടീച്ചർ വിളിക്കുമ്പോൾ മാത്രമേ അങ്കലവാടി വരാറുള്ളൂ. പിന്നെ കൂടാതെ അല്ലുവിൻ്റെ വെയിറ്റും ചെക്ക് ചെയ്യണമായിരുന്നു. അല്ലു വന്ന് നേരെ ഒരു കസേരയൊക്കെ എടുത്ത് ഇരിക്കാനുള്ള സ്ഥാനം കണ്ടെത്തിയേ. പക്ഷെ ബാഗ് ഉള്ളത് കൊണ്ടാണോ എന്തോ അത് ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവൾ പിന്നെ അത് വയ്യെ ഊരി വെച്ചു. ആരാണ്? അല്ലുവിനെ അവിടുത്തെ ടീച്ചർ അമ്മ കൊടുത്തു. അമ്മ ചിത്രങ്ങളൊക്കെ ഏതാണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്കലവാടി ആയതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിരുന്നു. ചിത്രങ്ങളാൽ നിറഞ്ഞിരുന്നു ചുമരുകളെല്ലാം തന്നെ. പിന്നെ അവിടുത്തെ കളിപ്പാട്ടങ്ങളും തിങ്സ് എല്ലാം അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ അല്ലുവിനെ അവിടെ ആക്കിയിട്ട് ഞാൻ വീട്ടിലോട്ട് പോന്നേ. നീ സ്കൂളിലേക്ക് വരുമോ? ദിവസം വരണട്ടാ. നല്ല കുട്ടിയാണ്. വന്ന് ഡാൻസ് പാട്ടൊക്കെ പഠിക്കണം. ഏതാണ്ട് ഒരു 2 മണിക്കൂറിന് ശേഷം ഞാൻ അല്ലുവിനെ കൂട്ടാൻ വേണ്ടി പോയേ. കളിപ്പിക്കാൻ കളിപ്പിക്കേണ്ടത് അവിടെ ഇങ്ങനെ വെക്കും കൈ. പിന്നാലെ കൈ ഇട്ട് പിന്നാലെ കൈ കൊണ്ടുപോയിട്ട് കളിപ്പിക്കട്ട. കൈ നോക്ക്. അയ്യേ ബാഗ് എവിടെയുണ്ട്? നീ പോണ്. നീ സ്കൂളിൽ വരുന്നില്ലേ? ഹലോ വാട്ടർ ബോട്ടിലും ബാഗിലാക്കി അടുത്തുള്ള കൂട്ടുകാരി ടാറ്റയും പറഞ്ഞ് അവൾ ഇറങ്ങാനുള്ള പുറപ്പാടിലായി. നാളെ വന്ന് ഡാൻസ് കളിക്കോ? അല്ലു സ്കൂൾ ഇഷ്ടമായില്ല? ഇഷ്ടമായ? നാളെ ഡാൻസ് ഏതല്ലുണ്ട് സ്കൂള്? ചേച്ചി സ്കൂളോ? അല്ലു സ്കൂൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണോ?